അല്ലടേ, എന്നാലും ഈ CPO-കാരടുത്ത AKG സെന്ററിൽ നിന്നുള്ള നേതാവ് പറഞ്ഞ കാര്യം മോശമായി പോയല്ലേ? എന്താ പറഞ്ഞ, ആരാ പറഞ്ഞെന്ന് അറിഞ്ഞാലേ മോശമായില്ലെന്ന് പറയാൻ പറ്റൂ. തീ കൊളുത്തി മരിച്ചാലും തൂങ്ങി മരിച്ചാലും പാർട്ടിക്ക് ഒരു പ്രശ്നമില്ലെന്ന് ഏതോ നേതാവ് പറഞ്ഞെന്നാ വാർത്തക്കാര് പറഞ്ഞത്. അത് ശരി. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ നേതാവിന് പേരൊന്നുമില്ലേ? അല്ലെങ്കിൽ AKG സെന്ററിൽ പോയി കണ്ടതിന് ഈ സമയവും കാര്യങ്ങളൊന്നുമില്ലേ? അതൊന്നും പറയുന്നില്ലല്ലോ. അല്ല, അതിപ്പോ ഏത് എപ്പോ? ഈ കുറച്ചു ദിവസം മുമ്പ് മാധ്യമങ്ങൾ ഈ RSSും സൂസിയും ചേർന്ന് ആശയുടെ പേരിൽ നടത്തുന്ന സമരത്തിന് മുമ്പിൽ വെച്ച് മിനി എന്ന് പറഞ്ഞ പുള്ളിക്കാരി പറഞ്ഞതായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? അതെന്ത് കാര്യം? അതാണ് പൊളിഞ്ഞ നുണകൾ പറഞ്ഞവരെ പറ്റി ആരും മിണ്ടാറില്ല. അന്ന് മിനി എന്താ പറഞ്ഞേ? വീണ ജോർജിനെ കാണാൻ വേണ്ടി വീണ ജോർജിന്റെ വീട്ടിൽ ചെന്നപ്പോ ഭർത്താവ് ഇറക്കി വിട്ടു, എന്നിട്ട് അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചിട്ടു. എന്നിട്ട് ഇപ്പൊ എന്തായി? വീണ ജോർജിന്റെ ഭർത്താവ് കേസ് കൊടുത്തപ്പോ ഇപ്പൊ ഉണ്ടാട്ടൂല്ല പറച്ചിലുമില്ല. അത് ശരിയാ, അതിനെ കുറിച്ച് പിന്നീടൊന്നും പറയുന്ന കേട്ടില്ല. അതുപോലെ തന്നെയാണ് ഇതും. അങ്ങനെ ഇന്നാള് അങ്ങനെയൊന്നുമില്ല. ഒരാൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞതായിന്ന് പറഞ്ഞ് ഒരു വൈകാരികതയുടെ കാർഡ് ഇറക്കി അങ്ങ് വിടും. അപ്പൊ ഈ മാധ്യമങ്ങൾ അവരുടെ ഫില്ലാവാത്ത ടൈം അങ്ങ് ഫില്ലാക്കാനായിട്ട് വ്യാജ വാർത്ത അങ്ങ് പടച്ചുവിടും. കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിലും ഈ വൈകാരികത പടച്ചുവിട്ടിട്ട് റേറ്റും കൂട്ടാൻ അങ്ങ് നടക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും നിയമനം കിട്ടണം എന്നുള്ള അഭിലാഷം അത് സ്വാഭാവികമാണ്, ആഗ്രഹമൊക്കെ. പക്ഷെ അതിന് ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെക്കരുത്. ഇങ്ങനത്തെ വാർത്താ ചരക്കുകൾ ഇറക്കുന്നത് ഇപ്പൊ എല്ലാ കൊല്ലവും ശീലമായിരിക്കും.